ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? ഭയങ്കര ചൂടാണല്ലേ. ഇടയ്ക്കൊക്കെ ഒരു മഴയും കിട്ടുന്നുണ്ട്. ഇവിടെ തിരുവനന്തപുരത്തെ എല്ലാവരും പൊങ്കാലയുടെ തിരക്കിലാണ്. ഇനി 3-4 ദിവസമേ ഉള്ളൂ. ആകെ ഒരു ഉത്സവ പ്രതീതിയാണ്. പിന്നെ എല്ലാവരും ഇങ്ങനെ കുറേ ഒരുക്കങ്ങളാണ്, അതിൻ്റെ തിരക്കിലും ഒക്കെയാണ്. ഞാനേ ഇന്ന് മാധുക്കുട്ടനെ നൈസായിട്ടൊന്ന് പറ്റിച്ചു. അപ്പോൾ അവൻ കുറേ നാളായിട്ട് എന്നെ വട്ടം ചുറ്റിക്കുകയാണ്. ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര മടി. ഫുഡ് നമ്മളിങ്ങനെ എടുത്ത് കൊണ്ടുവരുന്ന കാണുമ്പോഴേ കരച്ചിലും ഓട്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചു, എങ്ങനെയെങ്കിലും നമ്മളിങ്ങനെ വല്ല വിധേന അവൻ്റെ വായിലോട്ടാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ എന്ത് ചെയ്യുമോ, തുപ്പും. അപ്പം കുറച്ചൊക്കെ എനിക്ക് ടെൻഷനാണ്. അപ്പോൾ ധനുക്കുട്ടന് കുഞ്ഞിലായിരുന്നപ്പോൾ അത്രയും ടെൻഷനൊന്നുമില്ല. അവന് ഫുഡ് കഴിക്കാൻ മടിയായിരുന്നു. പക്ഷേ അന്നത്തെ അത്രയും മടിയില്ല. കാരണം നമ്മളിപ്പോൾ കുറേ നാൾ അവനെയൊക്കെ വളർത്തി വലുതാക്കി കൊണ്ടുവന്ന് ഇങ്ങനെ പക്വതയായപ്പോൾ മനസ്സിലായി, ഇതൊക്കെ ഈ സമയവും പോവും, ഇവർ കഴിക്കും, ഇങ്ങോട്ട് നമ്മളോട് ഫുഡ് ആവശ്യപ്പെടും എന്നുള്ള പിന്നെ ഒരു ആശ്വാസമൊക്കെ ഉണ്ട്. എന്നാലും തീരെ ഇങ്ങനെ കഴിക്കാണ്ട് വരുമ്പോഴേ നമുക്കൊരു വിഷമമാണ്. അപ്പോൾ ഈ സങ്കടമൊക്കെ താൽക്കാലികമാണ്. എന്നാൽ അവർ നമ്മളെ പറ്റിക്കുമ്പോൾ തിരിച്ച് പറ്റിക്കണമല്ലോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ആളെ ഉറക്കിയിട്ട് എണീക്കുന്ന സമയത്തേക്ക് കുറച്ച് ഇരുന്ന ഫ്രൂട്ട്സ് എല്ലാം കൂടെ എടുത്ത് അതിനെ ഒന്ന് മിക്സിയിലൊക്കെ അടിച്ച് ക്ലീനൊക്കെ ആക്കി കട്ട് ചെയ്ത് മിക്സിയിലടിച്ച് അതിനെ എന്താണ് പറയുക, ഒരു ഫലൂഡ മോഡലിൽ കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ അതൊക്കെ മൂത്തയാൾ കഴിക്കുമ്പോഴത്തേക്കും ഉത്സാഹമായിട്ടൊക്കെ വന്ന് അടുത്ത് കൂടി ടേസ്റ്റ് ചെയ്യാനൊക്കെ ഇഷ്ടമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ പഴയ കാലി ബോട്ടിലുണ്ടല്ലോ, അതെടുത്തിട്ട് ഇരുന്ന് ഡ്രാഗൺ കിവി റോബസ്റ്റ പഴം, അതൊക്കെയാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. മാതള, ഓറഞ്ച്, ഇതിൻ്റെ എല്ലാം കുറച്ച് പോർഷൻസ് എടുത്ത് കട്ട് ചെയ്ത് അതിനിങ്ങനെ അരച്ചിട്ട് അതിൽ കുറച്ച് നമ്മുടെ ഐസ്ക്രീമും കൂടിയൊക്കെ ആഡ് ചെയ്ത് ആർട്ടിഫിഷ്യൽ പാക്കിംഗ് ആക്കി വെച്ചിരുന്നു. ചൂടായിരുന്നു, മഴ സമയമൊന്നുമല്ല, മഴയില്ലായിരുന്നു ആ സമയം. അപ്പോൾ ഉണർന്നു വന്നപ്പോഴത്തേക്കും അവന് കൊടുക്കുകയാണ്. അപ്പോൾ കൊടുക്കുന്നതൊക്കെ നിങ്ങൾക്ക് എൻ്റെ കാണാം അവൻ്റെ എങ്ങനെയാണെന്നുള്ള റെസ്പോൺസൊക്കെ. അപ്പോൾ എന്താണെന്നറിയോ, ഫ്രൂട്ട്സൊക്കെ കുട്ടികളിങ്ങനെ ചവച്ച് അരച്ച് കഴിക്കുന്നത് തന്നെയാണ് അവർക്ക് ഹെൽത്തി. അതവർക്ക് പല്ലൊക്കെ വരുന്നുണ്ട്, ഡൈജഷനും ഇല്ലാതെ തന്നെയാണ് നല്ലത്. എൻ്റെ ഗുണങ്ങൾ പോകുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അവർ നമ്മളോട് ഇങ്ങനെ പെരുമാറുമ്പോൾ നമുക്ക് കുറച്ച് ഷോർട്ട് കട്ട് എടുക്കണോണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലെന്നാണ് എനിക്ക് പേഴ്സണലി പറയുന്നത്. നമ്മൾ കുറേ ടെൻഷൻ അടിച്ച് പകുതി വെയിറ്റിലായി ആഘാതിയായി ഇങ്ങനെയൊക്കെ ആവണേനേക്കാളും നല്ലതല്ലേ ഇടയ്ക്കൊക്കെ ഇതുപോലെ പ്രയോഗിക്കാം. നമുക്ക് ആഴ്ചയിൽ ഒരു 2-3 ദിവസമൊക്കെ ഇതിൽ ഇൻഗ്രീഡിയൻസ് മാറ്റിയൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അവരെ പ്രസൻറ്റ് ചെയ്യാം. അതിപ്പോൾ ഇന്നിപ്പോൾ ഫ്രൂട്ട്സാണ്, വേറൊരു ദിവസം നമുക്ക് വെജിറ്റബിൾസ് എടുക്കാം, ക്യാരറ്റ്, ബീറ്റ്റൂട്ട് അങ്ങനെയൊക്കെ ഉള്ളത്. അതുപോലെ ലീഫി വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യുക. നമ്മുടെ ഇതുണ്ടല്ലോ റാഗി, ഏത്തയ്ക്കാപ്പൊടി, അതുമൊക്കെ നമുക്കിതിൽ കുറച്ച് എന്തെങ്കിലും ഒരു ബോൾ ഐസ്ക്രീം പോലെ എന്തെങ്കിലും കുറച്ച് മുകളിൽ ടോപ്പിങ്സ് ആക്കണമെന്നേ ഉള്ളൂ. നമ്മൾ ആർട്ടിഫിഷ്യൽ പഞ്ചസാര ഒന്നും ആഡ് ചെയ്യണില്ല, അതുകൊണ്ട് ടേസ്റ്റ് വ്യത്യാസം കാണും. പക്ഷെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഇരിക്കും, അവർ വിശ്വസിക്കും കേട്ടോ. കുഞ്ഞു മക്കളല്ലേ, 1 വയസ്സ് 1.5 വയസ്സൊക്കെ അല്ലേ ആയിട്ടുള്ളൂ, അവർ നോക്കും. അതേസമയം ഇതേ സാധനം തന്നെ നമ്മൾ വീട്ടിൽ സ്ഥിരം കൊടുക്കുന്ന എന്തെങ്കിലും പാത്രങ്ങളിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എടുക്കുമ്പോഴേ ഫുഡാണെന്ന് കാണുന്നു, അവർക്ക് മടി വരുന്നു. മനസ്സിലായ? ഇത് കുറച്ചൊന്ന് ഡിമാൻഡൊക്കെ ഇട്ട് നമ്മൾ കൊടുത്തു നോക്ക്, അവർ കഴിക്കുമെന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഇനി ഇതിലെ ധാർമ്മികത നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമില്ല കേട്ടോ. വീട്ടിലെ ഫുഡ് നമ്മുടെ സാധാരണ കഞ്ഞിയോ അല്ലെങ്കിൽ ദോശയോ ഇഡ്ഡലിയോ കുറുക്കുകളോ ഒക്കെ കഴിക്കുന്നതാണ് നല്ലത്. പക്ഷെ അത് കഴിക്കാൻ അവർ ചില സമയം കാണുകയുള്ളൂ. അപ്പം ഞാൻ ധനുവിൻ്റെയും കൂടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണ്. കുറച്ചൊക്കെ സമയം ഇവർ ഈ മടി കാണിക്കുകയുള്ളൂ, ഒരു ഷോർട്ട് പീരീഡ്. ആ സമയം നമുക്ക് അമ്മമാർക്ക് മനസ്സമാനത്തിന് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ പരീക്ഷിക്കാം. ആഴ്ചയിൽ 2-3 ടൈംസ് കൊടുക്കുന്നുണ്ട്, യാതൊരു പ്രശ്നവുമില്ല. ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ അതിൽ ചീസ്, ബട്ടർ, തൈര്, ഫ്രൂട്ട്സിൻ്റെ കൂടെ അല്ല ഞാൻ പറയുന്നത്, മറ്റെന്തെങ്കിലും നിങ്ങൾ അവർ കഴിക്കുന്ന ഫുഡ് കൊടുക്കുമ്പോൾ അതിൽ ഇതും കൂടിയൊക്കെ അങ്ങ് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മനസ്സമാനം. ഓക്കെ, സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്ന് പറയും പോലെ എന്തെങ്കിലുമൊക്കെ പോയല്ലോ എന്നൊരു സമാധാനം. പക്ഷേ ഇതിനൊരു വേറൊരു വേർഷനുണ്ട്, നത്തിങ് ഈസ് ബെറ്റർ ദാൻ നോൺസെൻസ്. ഞാൻ ചെയ്യുന്നത് നോൺസെൻസ് ആണോ എന്ന് എനിക്കറിയില്ല.
ഞാനത് ആർട്ടിഫിഷ്യലായിട്ടല്ല ചേർത്തിരിക്കുന്നത്. 2 സ്കൂപ്പ് ഐസ്ക്രീം മാത്രമാണ്, അല്ലാതെ വേറൊന്നും ചേർത്തിട്ടില്ല. പക്ഷേ ബാക്കി ഒരുപാട് ന്യൂട്രിയൻസ് അവരുടെ ഉള്ളിൽ പോകുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ ഗിൽറ്റ് ഫീലിൻ്റെ ഒന്നും ഒരു ആവശ്യം വരണില്ല. അപ്പോൾ ധനിക്കുട്ടനും കുഞ്ഞിലെ എനിക്ക് ഫുഡ് കൊടുക്കാൻ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ആൾ കഴിക്കണുണ്ട്, കുഴപ്പമില്ല. അത്യാവശ്യമൊക്കെ ഫ്രൂട്ട്സ് പോയിട്ട് ബാക്കിയെല്ലാം കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇവനും ആ ഒരു ട്രാക്കിലോട്ട് പോകുന്നു. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് എങ്ങനെയെങ്കിലുമൊക്കെ ടേസ്റ്റ് അവർ പരിചിതമാവട്ടെ, കുറച്ചൊക്കെ ഉള്ളിൽ പോട്ടെ എന്ന് വെച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസാണ്. എന്നെപ്പോലെ മക്കൾ കഴിക്കാൻ ബുദ്ധിമുട്ടുന്ന അമ്മമാർക്ക് ഇത് ഉപയോഗിക്കാം. നന്ദി.